അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അദ്ദാദ് റത്തീബിലെ ദിക്റുകളുടെ ശ്രേഷ്ഠതകൾ എന്ന പേരിൽ 11 ക്ലിപ്പുകൾ ഇതിന്റെ മുമ്പ് നാം ഈ ചാനലിൽ വിട്ടിട്ടുണ്ട്. അത് മുഴുവനും കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇല്ലെങ്കിൽ അത് കേൾക്കേണ്ടതാണ്. വളരെ ഉപകാരമുള്ള അറിവുകൾ അവയിൽ ഉണ്ട്. 12ാമത്തെ ദിക്റിനെ സംബന്ധിച്ചാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. അത് യാദുൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്രാമും ഉടയ അല്ലാഹുവേ, വളർമയും ബഹുമാനവും ഉടയ അല്ലാഹുവേ, അമിത്നാ, ഞങ്ങളെ ഇനി മരിപ്പിക്കുക, അലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിന്റെ മേലിൽ തന്നെ. ആഖിബത്ത് നന്നായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാള് വളരെ കാലം ജീവിച്ചെങ്കിലും അവസാനം അവന്റെ ആഖിബത്ത് നന്നായി മരിക്കുന്ന സമയത്ത് മാത്രമാണ് അവനൊരു പരിപൂർണമായ മുഅ്മിനായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസിൽ തന്നെ കാണാം, അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം. ഈ അലില്ലു എന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാർ എന്ന കിതാബിൽ പറയുന്നതായി കാണാം, അലില്ലു ബികസ്രിൽ ലാമി വതസ്ദീദി ളാദിൽ മുഅ്ജമത്തി. ലാമിനെ കസ്ർ കൊണ്ട് അലില്ലു എന്നതിന്റെ അർത്ഥം ഇൽസമു ആദിഹി ദഅവത വഅക്സിറു മിൻഹാ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥനയെ നിങ്ങൾ നിർബന്ധമാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അപ്പോ ഇത് 7 പ്രാവശ്യമാണ് ഈ ദിക്ർ ചൊല്ലുന്നത്. സബ്ഉ എന്നത് അറബികളുടെ അരികെ വളരെ അധികം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വളരെ അധികം പ്രാവശ്യം ചൊല്ലണം എന്നാണ് ഇതിന്റെ അർത്ഥം. സബ്ബഹല്ലാഹു അലൈക്കൽ ഖൈർ എന്ന അറബികൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഈ കസറഹു, നിങ്ങൾക്ക് ഖൈറിനെ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന്. മാത്രമല്ല ഹദീസിൽ കാണാം, ഒരു പുരുഷൻ യാദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദസ്തുജീബ ലക ഫസ്അൽ, നിനക്ക് ഉത്തരം നൽകപ്പെടും, ഇപ്പോൾ ചോദിച്ചോ. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലേക്ക് കാണാം. ഹാക്കിം മുസ്തദറക്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ ഒരു ഇസ്മാണ് യാദുൽ ജലാലി വൽ ഇക്റാം. അത് ചൊല്ലിയിട്ട് ചോദിക്കുന്നത് എന്താ? അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിന്റെ മേലിൽ ഞങ്ങളെ മരിപ്പിക്കണേ, ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ എന്നാണ്. ഇസ്മുൽ അഅ്ളമാണ് ഈ ദിക്ർ. മാനപ്പെട്ട ഇമാം ബഗവി അവരുടെ തഫ്സീറിൽ ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എന്റെ അരികിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിവുള്ള ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മാനപ്പെട്ട ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എത്തിക്കാൻ വേണ്ടി പല ആളുകളും പല സമയം പറഞ്ഞു, ഞാൻ ഉച്ചന്റെ ഉള്ളിൽ കൊടുന്നു തരാം എന്ന് ഒരു ശൈത്താൻ പറഞ്ഞു. ഈ സമയത്ത് കിതാബിൽ നിന്ന് വിവരമുള്ള ഒരു പണ്ഡിതനായ ഇസ്മുൽ അഅ്ളമിനെ സംബന്ധിച്ച് വിവരമുള്ള ആസിബ് ബർഖയ എന്ന് പറയുന്ന ഔലിയാക്കളിൽപ്പെട്ട മഹാൻ പറഞ്ഞത്,
കണ്ണടച്ചിട്ട് തുറക്കുന്നതിന് മുമ്പ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിച്ചു തരാം. അവ സെക്കൻഡ് വേണ്ട, സെക്കൻഡിനേക്കാൾ കുറവാണ് പറഞ്ഞ സമയം, അതിന്റെ ഉള്ളിൽ എത്തിച്ചു തരാം. മാനപ്പെട്ട മുഖാത്തില് മുജാഹിദ് എന്നിവരിൽ നിന്നൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ അന്നഹു ദഅ ബി യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മുൽ അഅ്ളമാണ് ആസൂബിന് ബർഖയ ഇത് കൊണ്ടുവരാൻ വേണ്ടി ചൊല്ലിയത് എന്നാണ്. അപ്പൊ വലിയ മഹത്വമുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. കിതാബില് ആരിഫീങ്ങളായ മഹാന്മാരിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും. അത് കൂടുതൽ പറയാത്തത് നമ്മുടെ ഈ കളിപ്പുകളൊക്കെ കേൾക്കുന്നത്, ആ കേൾക്കുന്ന സമയത്ത് ഇത് ഹദീസിന്റെ അടിസ്ഥാനമുണ്ട് എന്ന് പറയുന്നതിന് ഒരു മുൻതൂക്കം നൽകിക്കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. വലിയ മഹത്വം ഈ ഇസ്മ പതിവാക്കിയ ആൾക്കുണ്ടാകും എന്നാണ് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഖിബത്ത് നന്നാവല് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ നേട്ടം. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന ആഖിബത്ത് നന്നായി മരിക്കാനാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ പതിവാക്കുകയും ഇത് എല്ലാ സമയത്തും നാം ചൊല്ലുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.